Thought of the day. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. Good afternoon. Continue, please. Good afternoon, ma'am. Good afternoon. Good Good afternoon. afternoon, ma'am. Good afternoon. മാം പ്രയർ കഴിഞ്ഞു. Good afternoon, ഉണ്ടായിരുന്നു prayer time like this. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ Good afternoon. Good afternoon. Please continue. Please. Good afternoon, Thought ma'am. of the day. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു തോട്ടാണ് പറയുന്നത്. ആദ്യം അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യം പറയാം. അദ്ദേഹം ആരാണെന്ന് കുറച്ച് കാര്യം പറയാം. He was a prominent American Baptist minister and social activist who played a key role in the American civil rights movement. He is best known for his leadership in advocating for racial equality and non-violent resistance to achieve social change. അദ്ദേഹത്തിന്റെ തോട്ട്, take first step in faith. You don't have to see the whole staircase. Just take the first step. മാർട്ടിൻ ലൂതർ കിങ്. നമ്മുടെ മോണ്ടിസോറിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെ കഴിയും, ഇത് എങ്ങനെ തീർക്കും എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നോക്കുക, എന്നിട്ടത് അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു മാം. Ma'am, sign in. വെള്ളം കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്തേ പോരാത്തു വാവേ വാവാച്ചി, ഉന്നിക്കൂരു കുത്തി നുള്ളിപ്പറിച്ചിട്ടു പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം, തിങ്കൾ കിടാവിനെ തോക്കുന്ന തങ്കക്കലമണി കൊണ്ടുതരാം, ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കൊണ്ടല്ലേ, കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. താങ്ക് യു. Okay, fine. Once again, very good afternoon to all, and thank you so much. എന്റെ ആബ്സെൻസിലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇറ്റ്സ് മോണ്ടിസോറി മെത്തേഡ്. ഇവിടെ ഒരു ലീഡർ എന്നുള്ള രീതിയിലൊന്നും വേണ്ട. എല്ലാവരും ലീഡർ തന്നെയാണ്. എല്ലാവരും ലീഡ് ചെയ്യുന്നു. ഒരാളുടെ ഒരു എന്താ പറയാ ആബ്സെൻസ് അല്ലെങ്കിൽ ഒരു അഭാവം നമ്മൾ പറയില്ലേ, ആ സമയത്ത് ആ ഒരു ജോലി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ അത് കാര്യം നല്ലപോലെ ചെയ്യാൻ. നമ്മളുടെ വീട്ടിലും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുമല്ലേ. വീട്ടിൽ ചിലപ്പോൾ നമ്മള് അമ്മ അച്ഛൻ അങ്ങനെ എല്ലാവരും ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ വീട്ടിലെ കുറെ മെയിൻ കാര്യങ്ങൾ നോക്കുന്ന അമ്മയായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടാവും. അമ്മയ്ക്ക് പെട്ടെന്ന് പനി വന്നു, അങ്ങനെ വരുമ്പോൾ നമ്മളങ്ങ് ഏറ്റെടുത്ത് ചെയ്യുവാണല്ലേ. കാരണം നമുക്കറിയാം അമ്മയാണ്, റെസ്റ്റ് വേണം, അല്ലെങ്കിൽ അച്ഛൻ ഓർ ഇറ്റ് ഈസ് റെസ്റ്റ് വേണം. അപ്പൊ നമ്മൾ ആ പണി അങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം. മോണ്ടിസോറി മെത്തേഡിൽ ഇങ്ങനെയുള്ള കുറെ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മോണ്ടിസോറി മെത്തേഡിന്റെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, കുറെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന വാല്യൂസ്, ഇതെല്ലാം ആ ഒരു ഗ്രൂപ്പിലൂടെ അവർക്ക് കിട്ടുന്നതാണ്. അവിടെ പരസ്പരം വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്തും ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് മ്യൂച്വൽ ഹെൽപ്പ് ഉണ്ട്, റെസിപ്രോക്കൽ ഹെൽപ്പ് ഉണ്ട്. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തു, തീർച്ചയായും ഒരു റിട്ടേൺ ഗിഫ്റ്റ്. തിരിച്ച് ഞാൻ അയാൾക്കൊരു അവസരം വരണം നോക്കിയിരിക്കണ്ട, ഒരു സഹായം ചെയ്യാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കണം. ആ ഒരു രീതിയിൽ തന്നെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മള് ആർക്ക് ഹെൽപ്പ് ചെയ്യുമ്പോഴും പണം കൊണ്ടുള്ള ഹെൽപ്പ് ഒഴിവാക്കുക. ഡെഫിനറ്റ്ലി പൈസ കൊടുത്തുള്ള ഹെൽപ്പിനെ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നതല്ല മോണ്ടിസോറി മെത്തേഡ്. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആളെ കേപ്പബിൾ ആക്കുക, ആ ഒരു കാര്യം തന്നെ ചെയ്യാനായിട്ട്. ഹീ ഈസ് കേപ്പബിൾ അല്ലെങ്കിൽ ഷീ ഈസ് കേപ്പബിൾ, നിങ്ങൾക്ക് അതിന് പറ്റും. ആ ഒരു രീതിയിൽ കേപ്പബിൾ ആക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ ബെഗ് ചെയ്തുകൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ കാശ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഭക്ഷണം വേണോ, ഐ വിൽ പ്രൊവൈഡ് ചെയ്യും. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം?
നിങ്ങൾ വിചാരിക്കും അങ്ങനെയുള്ള കാശ് കൊടുത്താൽ അങ്ങ് ഒഴിവായി പോകും എന്നല്ല ചിന്തിക്കണ്ടേ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം. ഇപ്പം ഞാൻ സാധാരണ അസൈൻമെന്റ് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ബെഗ് ചെയ്താൽ, ഇത് സിറ്റുവേഷൻ ആയിട്ട് തന്നെ വിചാരിച്ചോട്ടോ, ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയാം. ഒരാളൊരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും. യെസ്, ഞങ്ങൾക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. മോണ്ടിസോറി എക്സാം ഞങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ ആയിരുന്നു, ഡിസ്ക്രിപ്റ്റീവ്, MCQ ഒന്നുമല്ല. ഒരു ഗൂഗിളിലും സെർച്ച് ചെയ്താൽ നമ്മളുടെ കാഴ്ചപ്പാട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമോ? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താണ് ആ കുട്ടിയുടെ ആവശ്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. പൈസയാണോ നമുക്ക്, അല്ലെങ്കിൽ ഫുഡായിട്ടോ മറ്റ് ഡ്രസ്സായിട്ടോ, നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് അത് ചെയ്തു കൊടുക്കാന്ന്. പൈസയെക്കാളും കൂടുതലായിട്ട് ഭക്ഷണവും നമുക്ക് വല്ല ഡ്രസ്സും അങ്ങനെയുള്ള എന്തെങ്കിലും സഹായങ്ങളായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു കുട്ടി മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവരുടെ അപ്പിയറൻസ് കാണുമ്പോൾ എന്ത് രീതിയിലാണെന്ന് ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മൾ ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുക. പൈസ കൊടുക്കുന്നില്ലെങ്കിൽ അവർക്കിപ്പോ ഫുഡാണ് ആവശ്യമെങ്കിൽ ഫുഡ് കൊടുക്കുക. ഇനി വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ഹെൽപ്പ് ആണെങ്കിൽ അത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. കുട്ടികൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾക്കറിയാലേ, പല ഏജൻസി പോലുള്ള ആൾക്കാരുണ്ട്. ഞാൻ കുട്ടിയോട് സ്നേഹത്തോടെ സംസാരിച്ച് അവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കും. യെസ്, നമ്മൾ ആരും അപ്പൊ തന്നെ എടുത്ത് ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ച് പോക്കറ്റിൽ നിന്നെടുത്ത് അല്ലെങ്കിൽ പേഴ്സിൽ നിന്നെടുത്ത് കാശ് കൊടുക്കുകയല്ല വേണ്ടത്. ഒരു കുട്ടി ബെഗ് ചെയ്യണമെങ്കിൽ പല പല റീസൺസ് ഉണ്ടാകും. ആ കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നതായിരിക്കും അല്ലെ ഇതുപോലുള്ള ഗ്രൂപ്പുകൾ. ഇത് കുട്ടികളെ വെച്ച് കാശുണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ള ഏജൻസി പോലെയുണ്ട്. രാവിലെ ആകുമ്പോൾ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കും കുട്ടികളെ പല പല ഭാഗങ്ങളിലായിട്ട്. എന്നിട്ട് ഇവര് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് വൈകുന്നേരം ആകുമ്പോൾ കുറെ എമൗണ്ട് ക്യാഷ് അങ്ങനെ എടുക്കുന്ന കുറെ ഏജൻസി പോലെയുണ്ട്. അപ്പൊ നമുക്ക് ഈ കുട്ടി അങ്ങനെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന അതോറിറ്റീസിനെ അറിയിക്കാനായിട്ട് പറ്റും. പിന്നെ ബെക്കിങ്ങിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാനും ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞ ഉടനെയാണ് നമ്മള് മറൈൻ ഡ്രൈവിലെ ആ ഒരു റെയിൻബോ പാലം ഉണ്ടല്ലോ, ആ ഒരു ചിലർക്ക് അറിയായിരിക്കും. ആ പാലത്തിലൂടെ നടക്കുമ്പോൾ ഒരു അമ്മ ഒക്കത്തൊരു കുഞ്ഞുണ്ട്, കയ്യില് വേറൊരു കുഞ്ഞുണ്ട്, നാടോടി സ്ത്രീ ആട്ടോ. അവര് വന്നിട്ട് കൈ നീട്ടി. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്, കാശ് കൊടുക്കില്ല. എന്താണ് സഹായം അത് കൊടുക്കാം. ഈവൻ ആരെങ്കിലും കടം ചോദിച്ചാൽ പോലും നമ്മൾ അവരോട് ചോദിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കും, എന്നിട്ടേ കൊടുക്കാറുള്ളൂ. ആവശ്യം ഉണ്ട്, അയാൾ ഡിസേർവിങ് ആണെങ്കിലേ കൊടുക്കാറുള്ളൂ. അപ്പൊ ചോദിച്ചു ഭക്ഷണം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോ അവരെന്നെ കേഴ്സ് ചെയ്തു. നിനക്കൊന്നും ഒരു കാലത്തും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പ്രാഗ്നി. പെട്ടെന്ന് കേട്ടപ്പോ ഞാനൊന്ന് ടെൻഷനായി എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം നമ്മള് മാരേജ് കഴിഞ്ഞേ ഉള്ളൂ. ഒരു സ്ത്രീ മുന്നിൽ വന്ന് നിന്നുണ്ട് നിനക്കൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴുള്ള അവര് പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്കത് സംഭവിക്കണമെന്നില്ല. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോ നമ്മളൊന്ന് ഷോക്കായി പോവല്ലോ. അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെങ്ങന്നൂരായിരുന്നു. ട്രെയിനിലാണ് എറണാകുളത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വരാനായിട്ട് ഒരു ഉച്ച സമയം, ഞങ്ങളുടെ എക്സാം ടൈം ഒക്കെ ഏതാനും കുറച്ച് ബ്രേക്ക് ഒക്കെ ഉണ്ട്, ക്ലാസ് ഒന്നുമില്ല. ഉച്ച സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ഒരു ലേഡി കൊച്ചിനെയും മുഖത്ത് വെച്ചുകൊണ്ട് വരുവാണ്. അന്നെന്ന് പറഞ്ഞ 96-2000 കാലഘട്ടമാണ്. ആ ഒരു ടൈമില് 1 രൂപ 5 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണല്ലോ. ആ സമയത്ത് ഒരു പൊതിച്ചോറിന് ഏകദേശം 15-20 രൂപയാകും. ഞാൻ എന്ത് ചെയ്തു, ഒരു രൂപ കൊടുത്താൽ എനിക്ക് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ 2 രൂപ 5 രൂപ മാക്സിമം പോട്ടെ. ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങി. നമുക്ക് വരുമാനമൊന്നും അല്ലല്ലോ, വീട്ടിൽ നിന്ന് തരുന്ന കാശല്ലേ ഉള്ളൂ കയ്യില്. ഒരു പൊതിച്ചോറ് വാങ്ങി അവർക്ക് കൊടുത്തു. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിലേക്ക് ആ പൊതിച്ചോറ് വലിച്ചെറിഞ്ഞു. അപ്പം അതും എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മള് ചെറുപ്പത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഭക്ഷണം ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഭക്ഷണം വേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. എപ്പോഴാണെങ്കിലും എന്റെ സ്റ്റാറ്റസ് ഒക്കെ മാറിയെങ്കിലും എനിക്ക് ഇപ്പൊ ഫുഡ് എവിടെയെങ്കിലും ആരെങ്കിലും വേസ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇവര് ആ പൊതിച്ചോറ് വലിച്ചെറിഞ്ഞപ്പം എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല.
കാശ് കൊടുത്ത ഒരാളെ സഹായിക്കാനായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഒരു കുട്ടി വന്ന് നിന്ന് ബെക്ക് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരാൻ ഉദ്ദേശിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്നൊരു സിറ്റുവേഷനിലൂടെ അങ്ങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ആരെയും പറ്റിക്കാനും പാടില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങ് പാവമാവരുത്, നമ്മളെ ആരും പറ്റിക്കുകയും ചെയ്യരുത്. അത് എപ്പോഴും ഓർക്കുക. ഈ ഒരു മെത്തേഡിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇത് തന്നെയാ വരേണ്ടത്. നമ്മൾ ആ മറ്റുള്ളവരെ പറ്റിക്കരുത്, അതുപോലെ തന്നെ മറ്റൊരാളാൽ നമ്മളും പറ്റിക്കപ്പെടാൻ പാടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. എവിടെയായി കുറെ കണക്ഷൻസ് ഒക്കെ വിട്ടിരിക്കും എനിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇനി തരാനുണ്ടോ? ലൈക്ക് മോക്ക് ടെസ്റ്റോ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും തരാനുണ്ടോ? പറയാം. ദിവസം വന്നിട്ട് ഈ ചോദ്യാലേ ഈ മിസ് എല്ലാ ദിവസവും ഒന്ന് ചോദിക്കുന്നൊരു കാര്യം. ഓക്കെ, എന്തായിരുന്നു, എന്താ തരണ്ടേ എന്ന് പറയാമോ? അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇതുവരെ തന്നിട്ടില്ല അല്ലെ? ഫസ്റ്റ് അസൈൻമെന്റ് എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്ന് ഓർപ്പിക്കാമോ? സെക്കൻഡ് അസൈൻമെന്റും തന്നു, അതിന്റെ ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. ഫസ്റ്റ് അസൈൻമെന്റ് സെക്കൻഡ് എന്നുള്ളത് ഏതാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസിന്റെ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുള്ള അസൈൻമെന്റ് എഴുതട്ടെ കേട്ടോ. രണ്ടാമത് വാരിയസ് ഏജൻസീസ് ഓഫ് ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത്രേ തന്നിട്ടുള്ളൂ, ഇത്ര തരാനുണ്ടത് ആണോ? മോക്ക് ടെസ്റ്റ് മാം തന്നിട്ടുണ്ട്, 2 ചാപ്റ്ററിന്റെ തന്നിട്ടുണ്ട്. ഈ ലെസൺസിൽ തന്നെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഹെൽത്തി പീപ്പിൾ, ഇൽ പീപ്പിൾ, അതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ എഴുതുക. 3ാമത്തെ അസൈൻമെന്റ് ആണ്. ഹെൽത്തി ഇൽ പീപ്പിൾ തരുമ്പോ ഇതെല്ലാം ഒരുമിച്ച് തരാം. അതിന്റെ അർത്ഥം എല്ലാം കൂടെ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യണമെന്നല്ല, ഒരെണ്ണം കഴിഞ്ഞ സമാധാനമായിട്ട് അടുത്തത് സബ്മിറ്റ് ചെയ്താൽ മതി. ഡ്യൂ ഡേറ്റ് ഒന്നുമില്ല എന്ന് കരുതിയിട്ട് പെൻഡിങ്ങിൽ ലാസ്റ്റ് വെക്കരുത്, കാരണം വാല്യൂ ചെയ്യുന്നവർക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ അറ്റ് എ ടൈം ഫിസിക്കൽ ഫിറ്റ്നസ് വെൽനസ് പിക്ചേഴ്സ് അതിപ്പോ ഈ ഒരു വീക്കില് അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കില് വേരിയസ് ഏജൻസീസ്, നെക്സ്റ്റ് വീക്കില് ഹെൽത്തി ഓർ ഇൽ പീപ്പിൾ, ആ ഒരു രീതിയിൽ ചെയ്യുക, ഒരുമിച്ച് ചെയ്യണ്ട, അങ്ങനെ ചെയ്താൽ മതി. ഫസ്റ്റ് അതായത് ഹെൽത്തി പീപ്പിൾ, ഇൽ പീപ്പിൾ, അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളും ഇൽ ഹെൽത്ത്, അസുഖം ബാധിച്ച അങ്ങനെ ഉണ്ടല്ലോ ഹെൽത്തി അല്ലാത്ത ആളുകൾ, അതൊന്ന് കമ്പയർ ചെയ്യാം. ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് മതി ഒന്ന് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് റെഫറൻസ് ഇവിടെ വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ തോട്ട്സ് അനുസരിച്ച് എഴുതാം, നോ പ്രോബ്ലം. 1 പോയിന്റ് 2 പോയിന്റ് 3 പോയിന്റ് ആയാലും പ്രോബ്ലം ഇല്ല. ചിലർ വരയ്ക്കാറുമുണ്ട്, വരയ്ക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അതിനകത്ത് വേണമെങ്കിൽ ഹെൽത്തി ആവാൻ വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നൊരു നോട്ട് പോലെ കൊടുക്കാം. ഇല്ലായിട്ടുള്ള ആൾക്കാരെ എന്തെല്ലാം ശ്രദ്ധിച്ച് തിരിച്ച് ഹെൽത്തി ആകാം എന്നുള്ള നോട്ട് കൊടുക്കുക. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. എങ്ങനെയായാലും പ്രശ്നമില്ല, ജസ്റ്റ് ഒരു കമ്പാരിസൺ കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് അസൈൻമെന്റ് ആണ്, ഒരു സർവേ പോലെയാണ് അടുത്തത്. അതായത് നിങ്ങൾ 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യണം. ഇത് പറഞ്ഞിരുന്നോ? ഇല്ല, ജസ്റ്റ് ലൈക്ക് ഒരു സർവേ പോലെയാണ്. 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യണം. മീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ 10 പേര് പല പല ഏജ് ഗ്രൂപ്പിലാകണം. അഡോളസൻസ് ആകാം, കൗമാരക്കാര്, യൂത്ത്, ഒരു 30 to 40 ഇടയ്ക്കുള്ളവര്, പിന്നെ ഒരു 60 കഴിഞ്ഞവര്. അപ്പൊ അങ്ങനെ പല ഏജിലുള്ള, ജോലിയുള്ളവര്, ജോലി ഇല്ലാത്തവര്, പഠിക്കുന്ന കുട്ടികള്, പിന്നെ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടല്ലോ അവര്, അങ്ങനെ പല ഏജിലുള്ളവരെ, പല ഫിനാൻഷ്യൽ ലെവലിലുള്ളവര്, സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവര്, വില്ലേജിലുള്ളവരുണ്ടാവാം, ടൗണിലുള്ളവരുണ്ടാവും. ഈവൻ ഫോൺ ചെയ്താലും നോ പ്രോബ്ലം. ചെയ്യേണ്ടത് അവരോട് ഓരോരുത്തരോട് ചോദിക്കുക, ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആരോഗ്യം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരെ നോക്കണം എന്ന് പറഞ്ഞത്? പല ഏജ് ഗ്രൂപ്പ്, ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ ആൻസർ ആയിരിക്കും. അവർ പറയുന്ന ആൻസേഴ്സ് എല്ലാം നോട്ട് ചെയ്യുക. നമുക്ക് പറ്റുന്ന പോലെ ഷോർട്ടായിട്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കും, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് 10 പേരുടെ മിനിമം പറഞ്ഞതാട്ടോ, എത്ര പേര് വേണമെങ്കിലും മീറ്റ് ചെയ്യാം. 10 പേരുടെ കിട്ടിക്കഴിയുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു ഡെഫിനേഷൻ എഴുതുക ഹെൽത്തിന്.
ഹെൽത്തിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് ഒക്കെ മതിയാകും. 1-2 പാരഗ്രാഫ് ആകാൻ നോ പ്രോബ്ലം. മിനിമം ഒരു പാരഗ്രാഫിൽ ഹെൽത്തിനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ എഴുതുക. ഇനി ഈ സെയിം ആളുകളോട് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് കൗമാരക്കാരുടെ ആൻസർ ഒരു രീതിയിലാവും. യൂത്ത് 30+ ഒക്കെ കഴിയും, അല്ലെങ്കിൽ 20+ ഒക്കെ കഴിയുന്ന ആൾക്കാർ ജിമ്മിലൊക്കെ പോയിട്ടൊന്ന് ഫിസിക്കലി ഫിറ്റ് ആവാനും, ലേഡീസ് ഒക്കെ ഒന്ന് സൂംബ ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് ഫോംസ്, എയറോബിക്സ് അങ്ങനെയൊക്കെ പോകുന്നവരും എല്ലാം ഉണ്ടാവുമായിരിക്കും അല്ലെ. സ്വിമ്മിങ്ങിന് പോകുന്നവരുണ്ടാവും, സൈക്ലിംഗ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പിന്നെ വീട്ടില് അമ്മമാര് അവർക്ക് സ്വന്തം കാര്യം നോക്കാനേ സമയം ഉണ്ടാവില്ല. വീട്ടിലെ പണിയും പിള്ളേരുടെ കാര്യം, ഹസ്ബൻഡിന്റെ കാര്യം, പാരന്റ്സിന്റെ കാര്യം, അങ്ങനെ അപ്പൊ അവർക്ക് ഞങ്ങൾ എന്താ ചെയ്യണേ, ഒന്നും ചെയ്യില്ല. ആ രീതിയിലുള്ള മറുപടികളും നമുക്ക് കിട്ടും. നമ്മളും ഉണ്ടാവും ഇതിനകത്ത് കേട്ടോ. അപ്പൊ അങ്ങനെ അവരോട് ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത് ചോദിക്കാം. അതും കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തതിന് ശേഷം ആ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുക. ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് നിറയെ പോയിന്റ്സ് നമുക്ക് കിട്ടും. കൗമാരക്കാരുടെ നിന്ന് കുറെ കിട്ടും, അതുപോലെ യൂത്തിന്റെ അടുത്ത്. ഇപ്പൊ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരും ഒന്ന് അവെയർ ആവും. യെസ്, എന്റെ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യമായിരിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടോ, എന്റെ ഈ ലൈഫ് സ്റ്റൈൽ ശരിയല്ലെങ്കിൽ അതിനെപ്പറ്റി അവരൊന്ന് ചിന്തിക്കുമല്ലോ. നമ്മൾ നല്ലൊരു സർവീസും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ സർവേ നടത്തുമ്പോൾ നല്ല സീരിയസ് ആയിട്ട് തന്നെ ആ സർവേ നടത്തി ഈ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്താൽ മതി. എല്ലാരും പറഞ്ഞത് എഴുതണ്ട. അതിൽ നിന്നും നമ്മൾ വായിച്ച് മനസ്സിലാക്കി നല്ലൊരു ഡെഫിനേഷനും സ്റ്റെപ്സും ഈ 2 ക്വസ്റ്റ്യൻസിന് കൊടുക്കുക. ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചു. മറ്റേ വേരിയസ് ഏജൻസീസ് ഇൻ ഹെൽത്ത് ഇല്ലേ, അത് എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ അസൈൻമെന്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി. എഴുതി വെച്ചോട്ടെ, ഞാൻ പിന്നെ മറക്കും. TV പ്രോഗ്രാംസ്. ടിവിയിലൂടെ നമുക്ക് ഹെൽത്തിനെ കുറിച്ച് കുറേ അവയർനെസ് പ്രോഗ്രാം കിട്ടാറുണ്ട്. ഡോക്ടറോട് ചോദിക്കാമെന്നോ, ലൈഫ് ലൈനോ, ഹെൽത്ത് ലൈനോ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട്. പിന്നെ റേഡിയോ പ്രോഗ്രാംസ് ഉണ്ട്, ആരോഗ്യ രംഗന്നോ ആരോഗ്യ കേരളന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട്. ആ ഓരോ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. ഇപ്പൊ ടിവിയിലാണെങ്കിൽ ഏത് ചാനലിന് ഏത് പ്രോഗ്രാമാണ്, അതിന്റെ ടൈമും അറിയാമെങ്കിൽ ടൈമും എഴുതിക്കോളൂ. എത്ര സമയം ആ പ്രോഗ്രാം ഉണ്ട് അത് എഴുതി വെക്കാം. റേഡിയോയിലെ പ്രോഗ്രാം ആണെങ്കിൽ അത് ഏത് ദിവസം ഏത് റേഡിയോ പല ചാനൽസ് ഉണ്ടല്ലോ അത്. പിന്നെ യൂട്യൂബിലെ ചില ഡോക്ടേഴ്സിന്റെ വീഡിയോ എല്ലാം ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾക്കത് ജെനുവിനാണെന്ന് തോന്നുന്ന ഏതും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ചില മൂവീസ്, സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി പിന്നെ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കളക്ട് ചെയ്ത് അതിന്റെ ടൈറ്റിൽസ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ മാഗസീൻസ് ഉണ്ട് അല്ലെ, ആരോഗ്യ മാസിക എന്നോ ആരോഗ്യം എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാഗസീൻ ഉണ്ട്. പിന്നെ ന്യൂസ് പേപ്പറിൽ ചെറിയ കോളംസ് വരാറുണ്ട് ആരോഗ്യത്തെ കുറിച്ച് അല്ലെ, അതെല്ലാം ബുക്സ്. ഞാൻ ചെയ്തു. ഫസ്റ്റ് ബുക്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് കൊടുത്തു, പിന്നെ പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽസ് കൊടുത്തു, പിന്നെ വേരിയസ് ഏജൻസീസ് ഇല്ലേ ഈ WHO പോലെയുള്ള, പിന്നെ കുറച്ച് ഫിലിംസ്, അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് കൂടുതൽ, പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് ബുക്ക് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിന്റെ പിക്ചർ, ആ എഴുതിയ പേജിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. നമുക്ക് വീണ്ടും എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ എഴുതി ചേർത്ത് വെച്ചോളൂ, നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അസൈൻമെന്റിൽ അങ്ങനെ അല്ലാത്ത വേറെ കാര്യങ്ങൾ എഴുതുന്നതേ ഉള്ളൂ. നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയി യൂസ്ഫുൾ ആകുന്ന എന്തും അതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പറയാത്ത എന്തെങ്കിലും റിലേറ്റഡ് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയാണ്. ഇപ്പൊ 4ാമത് പറഞ്ഞില്ലേ അസൈൻമെന്റ് 10 ഇൻഡിവിജ്വൽസ് മറ്റേ ഹെൽത്തിനെ പറ്റി, അത് പാരഗ്രാഫും ഡെഫിനിഷനും, അത് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലേ 4ാമത്തെ ക്വസ്റ്റ്യൻ? പാരഗ്രാഫ് ആയിട്ട് എഴുതാനും ഡെഫിനിഷൻ ആയിട്ട് എഴുതാനും. മൂന്നാമത്തെ ഹെൽത്ത് ഇൻ പീപ്പിൾ, അത് പോയിന്റ്സ് മാത്രം മതി. ടേബിൾ ഇടില്ലേ, കമ്പാരിസൺ ടേബിൾ. ഒരു ടേബിളിലെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ
പ്രത്യേകതകൾ, അവരുടെ സവിശേഷതകൾ. മറ്റേതില് അസുഖം പിടിച്ച ആളുകളുടെ രീതികൾ, അവർക്ക് മെഡിസിൻസ് കുറെ എടുക്കേണ്ടി വരും, അവർക്ക് എല്ലാ ഭക്ഷണവും ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്, കിഡ്നി ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വെള്ളം ഇൻടേക്ക് വരെയും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അല്ലെ. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അസുഖം ബാധിച്ചവർ ചെയ്യാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ. പിന്നെ ചിലർക്ക് നടക്കാൻ പറ്റാത്ത പ്രോബ്ലം ആണെങ്കിൽ അധിക ദൂരം അവർക്ക് നടക്കാൻ പറ്റില്ല, ഫിസിക്കൽ എക്സസൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ഇൽ ഹെൽത്ത് ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് മധുരം വളരെയധികം ഒഴിവാക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരില്ലേ, ആലോചിച്ചാൽ കിട്ടും. നമ്മളുടെ സറൗണ്ടിങ്സിൽ തന്നെ എന്തെങ്കിലും അസുഖമായിട്ടിരിക്കുന്നവരൊന്നും നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. നമുക്ക് അവസാനം വേണമെങ്കിൽ കൺക്ലൂഷൻ പോലെ എഴുതാം. നമ്മള് നല്ലൊരു ചിട്ടയായ ഒരു ജീവിത രീതിയാണെങ്കിൽ നമ്മൾക്ക് പല അസുഖങ്ങളും ഒഴിവാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മരുന്നുകൾ ഒഴിവാക്കാം എന്നൊക്കെ നമ്മൾ എഴുതില്ലേ. ഒക്കെ നിങ്ങളുടെ ഓരോ ഐഡിയ, നിങ്ങളുടെ കാഴ്ചപ്പാട്. ഹലോ മാം, ഞാൻ ഫസ്റ്റത്തെ ഇത് ചെയ്തു, അസൈൻമെന്റ് ചെയ്തു. ഓക്കെ ഷിജാസ്, ഞാൻ ക്വസ്റ്റ്യൻ ഇടാട്ടോ, ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. റെക്കോർഡ് ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ? മാം റെക്കോർഡിനെ പറ്റി ഒരു ബുക്കിനകത്ത് തന്നെ മൈക്ക് കളക്ഷനും മറ്റേ ഇതില്ലേ പസിൽസ്, അത് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ റെക്കോർഡ് തന്നത് തുടങ്ങിയപ്പോ നമ്മൾ ആ റെക്കോർഡ് ബുക്ക് തീരുമ്പം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൊതിയിട്ടിട്ട് നമ്മള് പുറംപൊതിയുടെ മേളിൽ ഇങ്ങനെ ഒട്ടിക്കണോ? മൈക്ക് കളക്ഷൻ എന്നും പസിൽസ് എന്നും പറഞ്ഞ് എഴുതണോ? ഇല്ലേ റെക്കോർഡ് ബുക്ക് ഒന്ന് മാത്രം എഴുതിയാൽ മതിയോ പുറംപൊതി ഇട്ടിട്ട്? ഞാൻ വലിയ ഡിസൈനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇത് നിങ്ങൾക്ക് തരാത്ത ഒരു റെക്കോർഡ് ബുക്കാണ്. ഞാൻ ജസ്റ്റ് ഇത് കവർ ചെയ്തിട്ട് ടൈറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ എന്റെ പേരും മുകളിൽ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് മാറിപ്പോവാതിരിക്കാനും. പിന്നെ ഞങ്ങൾക്ക് വൈവയ്ക്ക് ചെല്ലുമ്പോൾ റെക്കോർഡ് കൊണ്ട് ചെല്ലണമല്ലോ, അപ്പൊ പുറത്തുനിന്നുള്ള എക്സാമിനറാണ് വൈവയ്ക്ക് വന്നിരുന്നത്. അപ്പൊ വെക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ആളുടെ പേരും കാണാൻ പറ്റണം, റെക്കോർഡ് ഏതാണെന്നും കാണാൻ പറ്റണം. അത് ഉദ്ദേശിച്ചാണ് ഞാനൊന്ന് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ. പിന്നെ മൈ കളക്ഷൻ ബുക്ക് ഒരു റെക്കോർഡ് ബുക്കിലും മറ്റേ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി വേറെ ഒന്നുമില്ലല്ലേ ചെയ്തേ? അല്ല മാം, ഞാൻ അതിന്റെ കൂടെ തന്നെ ചെയ്യുമായിരുന്നു. ഞാൻ ഫസ്റ്റ് റെക്കോർഡും ഫോർത്ത് റെക്കോർഡ് എന്നും പറഞ്ഞല്ലേ ക്ലാസ്സിലെ ഡീറ്റെയിൽസ് തന്നെ? എനിക്ക് പേരൊന്ന് പറയാമോ? എനിക്ക് അതിനകത്ത് ജോൺ ടി വിൽസൺ എന്നാ കാണുന്ന പേരെന്തായാലും. ജോഫിക്ക് എന്ത് പറ്റി? വലിയ റെക്കോർഡാണോ വാങ്ങിച്ചത്? ഞാന് റെക്കോർഡ് കുറെ പേജ് ഉണ്ട്, അപ്പം രണ്ടാമത്തെ റെക്കോർഡും അതിനകത്ത് തന്നെ തുടങ്ങിയത്. അതാ ഞാൻ മാമിനോട് ചോദിച്ചതേ, പുറംപതിയുടെ ഫ്രണ്ടിൽ മൈക്ക് കളക്ഷൻ എന്നും രണ്ടാമത് തന്ന റെക്കോർഡിന്റെ പേര് എഴുതിയാൽ മതിയോ, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്ത് പോയാൽ മതിയോ എന്ന് ചോദിക്കുക. ആക്ച്വലി രണ്ടും രണ്ട് റെക്കോർഡാണ്, രണ്ട് റെക്കോർഡിലായിട്ടാണ് എഴുതുന്നത്. പിന്നെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ച റെക്കോർഡ് ഒത്തിരി വലുതായിപ്പോയി, കുറെ പേജസ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ തന്ന ഇത് മാത്രമല്ല, അതുമായി കണക്ട് ആവുന്ന എന്തും നിങ്ങൾക്ക് അതിനകത്തേക്ക് എഴുതി ആഡ് ചെയ്ത് വെക്കാം. ഓരോ ഇത് കഴിയുമ്പോൾ ആഡ് ചെയ്ത് വെക്കാം, നിങ്ങൾക്കുള്ള റെഫറൻസ് ആണ്. ഇനി അതൊരു ബുദ്ധിമുട്ടാണ്, കുറെ പേജ് ഉണ്ട്, ഒരു റെക്കോർഡും കൂടെ വാങ്ങാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഒന്ന് ജസ്റ്റ് ഹാഫിന് നല്ലൊരു ബുക്ക് മാർക്ക് വെച്ച് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ്, ഇപ്പൊ ഫോർത്ത് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടല്ലോ, അത് എഴുതാൻ നോക്കൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ചെയ്ത, അവർക്ക് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്നുണ്ടാവും. ഈ ചെയ്ത റെക്കോർഡ് ബുക്ക് ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു റെക്കോർഡിൽ തന്നെ നമ്മൾ റഫ് ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ എല്ലാം കൂടെ ഒരെണ്ണത്തിൽ തന്നെ എഴുതുമ്പോൾ അതൊരു സുഖമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു. അപ്പൊ പലരും വന്ന് പിന്നെ മാറ്റാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ജോഫി അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ?
ഇല്ല മാം, ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതിയെന്ന്. രണ്ടാമത് തന്ന പസിൽസും അതിന്റെ കൂടെ അങ്ങ് എഴുതിപ്പോയി. അതെയോ? കൊറേ ആയി. ഇനി എന്തോ ചെയ്യും മാം? സാരമില്ല, അതിന്റെ നടുക്ക് നല്ലൊരു ബുക്ക് മാർക്ക് വെക്കുക. നല്ലൊരു ബുക്ക് മാർക്കാ. ഓക്കെ, ഫോർത്ത് റെക്കോർഡിന്റെ ടൈറ്റിലൊക്കെ വെച്ച് നല്ല രീതിയിൽ അതൊന്ന് ആ ഒരു പേജ് ഒന്ന് ഡിസൈൻ ചെയ്യും. ഓക്കെ, നമ്മൾ ക്ലാസ് ഇവിടെ വരെയായി. ക്ലാസ് ഇവിടെ വരെയായി. 6 mental health and hygiene. ഞാൻ ഷെയർ ചെയ്തിട്ടോ. Okay, so unit 6, mental health and hygiene. Okay. നമ്മൾ എവിടെ വരെ പറഞ്ഞു? ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു മാം. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് തൊട്ട് തുടങ്ങണം. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. നമ്മൾ മെന്റൽ ഹെൽത്ത് എന്താന്ന്, കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ അതാണ് പറഞ്ഞു വന്നത്. അതായത് മെന്റൽ ഹെൽത്തിലേക്കുള്ള അത് ഒരു എയിം ആക്കി വെക്കുവാണെങ്കിൽ അതിലേക്കുള്ള റൂട്ട്, മാർഗം, വേ എന്ന് പറയുന്നത് ഹൈജീൻ തന്നെയാണ്, മെന്റൽ ഹൈജീൻ. ഈ മെന്റൽ ഹൈജീന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ ആ ഒരു പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രം ഒന്ന് റീഡ് ചെയ്യാമോ ആരെങ്കിലും? The major objects of mental hygiene are prevention of mental disorder through an understanding of the relationship that exists between healthy personality development and life experiences. Second one, care of the mental health of the individual and of the group. Third one, the discovery and application of medicinal measure to cure mental ailment. Alignment ആണോ ഉദ്ദേശിക്കുന്നത്? ailment. Disease. Ailment. Okay, so aims and objectives of mental hygiene. നമുക്കറിയാം, നമ്മൾ നല്ല മനസ്സിന് നല്ല വൃത്തി, ഹൈജീൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എപ്പോഴും വല്ലാത്ത ചിന്തകളും തോട്ട്സ്. കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ ഹാഫ് പാർട്ട് ആണോ? അത്രയാണോ പറഞ്ഞുള്ളൂ? ഓക്കെ, നോ പ്രോബ്ലം. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഭയങ്കര ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹൈജീൻ ഇതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെ? മെന്റൽ ഹെൽത്ത് എന്താണെന്ന് നമ്മൾ. ഹലോ മാം. യെസ് പ്ലീസ്. അത് ഒന്ന് ഡോക്ടർക്ക് പോകാനുണ്ടായിരുന്നു, അപ്പൊ ഒന്ന് ക്ലാസ് കട്ട് ചെയ്യണ്, റെക്കോർഡ് കേട്ടോണ്ട്. എന്ത് പറ്റി ഷിജ്നാസ്? ഡോക്ടറെ അടുത്ത് പോകുന്നല്ലേ പറഞ്ഞേ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, ടേക്ക് കെയർ. ടേക്ക് കെയർ. ടേക്ക് കെയർ. ബൈ. She is very innocent, right? ഭയങ്കര നിഷ്കളങ്കമായിട്ട്. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് അല്ലെ?
നമ്മളുടെ വൈകാരികവും സൈക്കോളജിക്കലും മാനസികവും വൈകാരികവും സാമൂഹ്യമായിട്ടുള്ള നമ്മളുടെ സുഖം, അത് തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിന് വരുന്ന കാര്യങ്ങൾ അതാണ്. നമുക്ക് ശരീരത്തിന് മാത്രം സുഖം അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും എല്ലാം സമയത്ത് കിട്ടുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിന് സുഖമില്ലെങ്കിൽ, നമ്മൾ ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആണ്, നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവർ മെന്റൽ ഹെൽത്ത് ഈസ് വെരി ലോ. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാം വരണം അല്ലെ. നമുക്ക് സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം ആളുകളുമായിട്ട്. ചിലർക്ക് ക്രൗഡ് കാണുമ്പോൾ ഭയങ്കര ഒരു ടെൻഷന്, ആൾക്കാർ കൂടി വരുമ്പോൾ അങ്ങനെയുള്ളതൊന്നും പെട്ടെന്ന് മാറാനായിട്ട് ശ്രമിക്കും, വിഡ്രോ കാണിക്കാനായിട്ട് അങ്ങനെ നോക്കും. ആളുകളുമായിട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, നമ്മുടെ ആക്ഷൻസ്, ഇതെല്ലാം കണക്റ്റഡ് ആണ് മെന്റൽ ഹെൽത്തുമായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് വരുന്ന സ്ട്രെസ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെൽത്തി ചോയ്സസ്, വെദർ ഇറ്റ് ഇസ് ഇൻ റിലേഷൻഷിപ്പ്, നമുക്ക് നമ്മുടെ ചോയ്സ് കറക്റ്റ് ആയിരിക്കും. ഹെൽത്തി റിലേഷൻഷിപ്പ് മാത്രം മതി. അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അത് അവോയ്ഡ് ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പലപ്പോഴും ചില സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെ, നമുക്ക് വളരെ കംഫർട്ട് തരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളുടെ കൂടെ എല്ലാ കാലവും ഉണ്ടാവും. അതേസമയം നമുക്ക് വളരെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറാനേ നമ്മൾ നോക്കുള്ളൂ അല്ലെ. അങ്ങനെയുള്ള ചില എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയുമായിരുന്നു, അതിങ്ങനെ പറയണത്, ചില ഫ്രണ്ട്സ്, അതായത് അവരെ നമ്മൾ എപ്പോഴും പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവർ പിന്നെ വഴക്കായി പ്രശ്നമായി. അതേസമയം ചിലരെ നമ്മൾ വിളിച്ചില്ലെങ്കിലും ആ ഒരു ബന്ധം ഇങ്ങനെ, ആ ഒരു കണക്ഷൻ ഉണ്ടാകും. വല്ലപ്പോഴും ഒരു ഹൈ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെ ജസ്റ്റ് ആ ബന്ധങ്ങൾ നല്ലപോലെ നിൽക്കും. ചിലതെന്ന് പറഞ്ഞാലോ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ അവരെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മളല്ലാത്ത അല്ലാതാകുന്ന ഇടങ്ങളിൽ നിന്നും മാറുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രായമാകുമ്പോ ഇനിയാണ് മെന്റൽ ഹെൽത്തിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ലൈഫിന്റെ എല്ലാ സ്റ്റേജിലും, അത് ചൈൽഡ്ഹുഡ് ആണോ, അഡോളസെന്റ് ആണോ, അഡൾട്ട്ഹുഡ് ആണോ, ഏത് പ്രായത്തിലാണെങ്കിലും, ഓൾഡ് ഏജ് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഏത് സ്റ്റേജസ് ആണെങ്കിലും ആ സ്റ്റേജസിലെല്ലാം മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. പിന്നെ പറഞ്ഞു, ബോഡിയും മൈൻഡും സെപ്പറേറ്റ് അല്ല, അതൊന്നു തന്നെയാണ് അല്ലെ. ബോഡി ആൻഡ് മൈൻഡ് ഇസ് നോട്ട് സെപ്പറേറ്റ്, ഒന്ന് തന്നെയാണ്. നമുക്കൊരു ഡിപ്രഷൻ വരുമ്പോൾ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും, ഭയങ്കര ക്ഷീണം, പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരും, ആൻസൈറ്റി വരും. ഓക്കെ, ഇതെല്ലാം സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാക്കും. ഉറക്കക്കുറവ്, ഇൻസോംനിയ, റെസ്റ്റ്ലെസ്നെസ്, ഇങ്ങനെ വെരികിനെ പോലെ നടക്കാന്നൊക്കെ പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, ലെസ് കോൺസെൻട്രേഷൻ, ഡിസോറിയന്റഡ്, സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, അങ്ങനത്തെ അവസ്ഥയൊക്കെ വരും നമ്മളുടെ മെന്റൽ ഹെൽത്ത് ശരിയല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് നമ്മുടെ ഇമോഷൻസിനെ, നമ്മളുടെ വരുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾക്ക് സോഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റുക, ആളുകളുമായിട്ട് ഹെൽത്തി ചോയ്സസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക, അതിനൊക്കെ കേപ്പബിൾ ആക്കുക. അത് നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് പറ്റൂ. പിന്നെ ഇപ്പൊ നമ്മൾ പറയുവാണ്, എപ്പോഴും എനിക്കതങ്ങനെ ആവണമെന്നില്ല, സംടൈംസ് നമ്മളങ്ങ് ബേസ്റ്റ് ഔട്ട് ആയി പോകൂലേ, നമുക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്ന് സംഭവിക്കുമായിരിക്കും. ബട്ട് അറ്റ് ദ നെക്സ്റ്റ് മൊമെന്റ് നമുക്കത് നേരെയാക്കാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെയാണ്. ഇപ്പൊ നമ്മൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്, നമുക്കത് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ കുറെ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അത് ദിവസവും നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ആളുടെ ഓർമ്മകള്, ആ വ്യക്തിയുമായി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം, അങ്ങനെ പലതും നമ്മൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് വരും. പക്ഷേ അതിനെ മറക്കണം എന്നുള്ളതല്ല, നമുക്ക് അവരെ വളരെയധികം ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു, അവരുടെ നഷ്ടം നമുക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് എന്ന് കരുതി നമ്മുടെ ലൈഫ് സ്പോയിലാക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മള് ജീവിക്കണം, ആ ഓർമ്മകളില് നമ്മൾ ജീവിക്കുക, നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ടൈം എടുത്താവുമായിരിക്കും, നമുക്ക് അത് ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ്, അത്
ആ ദുഃഖം ഒന്ന് ലഘൂകരിക്കാൻ, ഒന്ന് കുറയ്ക്കാൻ, ഒന്ന് അതിന്റെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ തന്നെ അത് ബാധിക്കും, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഈ ഒരു കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് എന്നാക്കാൻ പറഞ്ഞിരുന്നു. മെന്റൽ ഹെൽത്ത് അല്ല, അവിടെ മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് എന്നാക്കാൻ പറഞ്ഞു. അത് മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്, അതിനെ ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ്. സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ ഫാക്ട്. എല്ലാം വളരെ എന്താ പറയാ, തിയറി മാത്രമല്ല അതിനകത്ത്, എല്ലാം അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് അതിന് സയൻസ് എന്ന് പറയുന്നത്. മെന്റൽ ഇൽനെസ് ഒക്കെ ഇല്ലാതാക്കുക, അത് തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ ചോദിച്ചിരുന്നോ മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും എന്താന്നുള്ളത്? ഇല്ല. ചോദിച്ചിരുന്നു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മെന്റൽ ഇൽനെസ്, മെന്റൽ ഇൽ ഹെൽത്ത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കണോ? മെന്റൽ ഇൽനെസ് മനസ്സിനുണ്ടാകുന്ന അസുഖം. മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അപ്രോച്ച്. ഇപ്പൊ ചിലരൊക്കെ എന്തിനും നെഗറ്റീവ് പറയുന്ന സ്വഭാവക്കാരായിരിക്കും. അതൊക്കെയാണ് മെന്റൽ ഇൽ ഹെൽത്തിൽ വരുന്നത്. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്നൊക്കെ പറയണമല്ലോ, അത് അവനവന്റെ ഒരു ക്യാരക്ടർ ബിഹേവിയർ അല്ലെ, നമ്മൾ തന്നെ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റും. യെസ്. മറ്റേത് നമ്മള് കറക്റ്റ് ആയിട്ട് ഇന്റർവെൻഷൻ നടത്തണം. ചിലപ്പോൾ മെഡിസിൻ നടത്തേണ്ടത് കഴിക്കേണ്ടതാണെങ്കിൽ അത്, അല്ലെങ്കിൽ തെറാപ്പി അതാണെങ്കിൽ അങ്ങനെ. ഓക്കെ, നല്ലൊരു വീഡിയോ കണ്ടു കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് സ്റ്റാറ്റസ് ആക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അതായത് തെറാപ്പിസ്റ്റും ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മെന്റലി എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഈ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുന്ന ആളാന്ന് വിചാരിച്ചു. ക്ലയന്റ് എന്നാ നമ്മൾ പൊതുവെ പറയുന്നത്. അവരെ വേറെ പേരൊന്നും വിളിക്കില്ല, പേഷ്യന്റ് എന്ന് വിളിക്കില്ല, കസ്റ്റമർ എന്ന് വിളിക്കൊന്നുമില്ല, ക്ലയന്റ് അത്രയുള്ളൂ. അപ്പൊ ഫ്രണ്ടിലൊരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ഈ മെഴുകുതിരി കത്തിക്കണം. കുറെ നേരം കൊണ്ട് ക്ലയന്റ് തീപ്പെട്ടി വരയ്ക്കുക, എന്ത് ചെയ്തിട്ടും തീപ്പെട്ടി കത്തുന്നില്ല. അപ്പൊ നമ്മുടെ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യും? തെറാപ്പിസ്റ്റ് എന്താണോ ക്ലയന്റിന് പറ്റാത്തത് അത് ആളെ കേപ്പബിൾ ആക്കുന്നു. ഓക്കെ, അല്ലാണ്ട് തീപ്പെട്ടി എടുത്ത് കത്തിച്ചു കൊടുക്കില്ല. ആളെ കൊണ്ട് സ്വയം അത് ചെയ്യിക്കാൻ നോക്കുന്നു. അതിന് നമ്മുടെ തെറാപ്പിസ്റ്റ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ ലൈറ്റർ കൊടുക്കും. ആ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി ലൈറ്റർ കൊടുക്കും. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ലഘൂകരിച്ചു അല്ലെ, ഒന്ന് സിംപ്ലിഫൈ ആക്കി. ആള് ചെയ്യേണ്ട കാര്യത്തെ ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് തെറാപ്പിസ്റ്റ് ലൈറ്റർ കത്തിച്ചില്ല മെഴുകുതിരി, ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് ആൾക്ക് കൊടുത്തു. അപ്പൊ നമ്മുടെ ക്ലയന്റ് എന്താ ചെയ്തെന്നറിയോ? ലൈറ്റർ കത്തിച്ചിട്ട് തീപ്പെട്ടിക്കോല് ആദ്യം കത്തിച്ചു, എന്നിട്ട് മെഴുകുതിരി കത്തിച്ചു. ഇതാണ് പലയിടത്തും നടക്കുന്ന ഇന്റർവെൻഷന്റെ പ്രശ്നം. ആ മെഴുകുതിരി കത്തിച്ചു, എന്നിട്ട് തീപ്പെട്ടി കോലില്ലേ അത് ഊതുക, അത് ഊതിയ ഫോഴ്സിന്റെ ഒപ്പം മെഴുകുതിരിയും കെട്ടുപോയി. ഇതാണ് വരുന്ന ക്ലയന്റിന്റെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അവരെ കുറച്ച് സിംപ്ലിഫൈഡ് ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കും. അതാണ് ശരിക്കും ഒരു ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിലൊരു സെഷൻ. പല സെഷൻസ് വേണ്ടി വരും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അത് കറക്റ്റ് ക്ലിയർ ആയല്ലേ? ഇതാണ് നമ്മൾ ഭയങ്കര കരഞ്ഞു വിളിച്ചിരിക്കുവാണ്, ഭയങ്കര പ്രശ്നമായിട്ട്. നമ്മളുടെ ഒരു സുഹൃത്ത്, ആള് പ്രൊഫഷണലി ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റോ തെറാപ്പിസ്റ്റോ ഒന്നുമല്ല, നമുക്ക് നല്ലൊരു സൊല്യൂഷൻ തരും. നമ്മൾ അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓക്കെ ആവും. അതേസമയം വീണ്ടും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫ്രണ്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? അതാണ് അവസ്ഥ. അപ്പൊ മെന്റൽ ഹൈജീൻ അതായിരുന്നു നമ്മൾ പറഞ്ഞത്. മെന്റൽ ഹെൽത്തിന്റെ പ്രൊമോഷൻ, അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ് വരാതെ നോക്കുക, പ്രിവെൻഷൻ. ഇനി വന്നുപോയാൽ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക, ഇന്റർവെൻഷൻസ് എടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മളെ അത് ലീഡ് ചെയ്യുന്നു ഒരു നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി. നിങ്ങൾക്ക് സെന്റൻസ് അല്ലാതെ ഇങ്ങനെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ആ ഒരു സയൻസ് ആണ്. അത് ഡീൽ ചെയ്യുന്നത് നമുക്ക് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ട് ആ ഒരു പ്രോസസ്സിനെയാണ് അത് ഡീൽ ചെയ്യുന്നത്. മെന്റൽ ഇൽനെസ്സിനെയൊക്കെ മാറ്റി മെന്റലി നമ്മളൊന്ന് ഡൗൺ ആവുക എന്ന് പറയുന്നത് ആരുടെയും ഒരു കുറ്റമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ ക്യൂർ ചെയ്തെടുക്കും, അതും കൂടിയാണ് മെന്റൽ ഹൈജീൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തി
ഒരു വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ആയി മാറും. പല രീതിയിലും പൊരുത്തപ്പെട്ട ഒരു വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ആയി മാറുന്നു ആളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു ക്രോ ആൻഡ് ക്രോ, രണ്ട് സൈക്കോ അനലിസ്റ്റുകളാണ്. ലെസ്റ്റർ ഡി ക്രോ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൊക്കെ കുറെ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സില് സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ. അത് നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു. ഈ ക്രോ ആൻഡ് ക്രോ മെന്റൽ ഹൈജീൻ അതിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു സയൻസ് ആണ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ. ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യരുടെ ക്ഷേമം അല്ലെ, എല്ലാം വരും, സന്തോഷം, അങ്ങനെ എല്ലാം, ഹാപ്പിനെസ്, എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച്, സുഖം, സന്തോഷം, സമാധാനം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതാണ് വെൽഫെയർ എന്ന് പറയുന്നത്. ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്നു. ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അല്ല അല്ലെ. ഇപ്പൊ എനിക്ക് സുഖം എന്ന് പറഞ്ഞത് എനിക്ക് മാത്രമല്ല, എന്റെ ചുറ്റുപാടുമുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കണം. ഞാൻ നിങ്ങളുമായിട്ട് ദിവസവും ഇന്ററാക്ട് ചെയ്യുന്നു. സോ നിങ്ങളിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് എന്നെയും ബാധിക്കും. എനിക്കും അത് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കണം, ആളെ ഒന്ന് ബാക്ക് ടു നോർമൽ ആക്കണം. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, നമ്മളുടെ ഫാമിലി, നമ്മളുടെ നെയ്ബർഹുഡിലൊക്കെ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ അപ്പൊ നമ്മളുടെ ഒരു വെൽഫെയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ല, ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല. അത് എല്ലാ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നമ്മളൊരു ഇടത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയുള്ള ആളുകൾ, നമ്മൾ കണക്റ്റഡ് ആകുന്ന എല്ലായിടും. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ന്യൂസിൽ പല പല സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ കാണുന്നു. ചിലപ്പോൾ വെള്ളപ്പൊക്കമായിരിക്കും, അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നതായിരിക്കും. അപ്പോഴും നമ്മൾക്ക് വിഷമം വരുവാണല്ലേ. അവരൊക്കെ ഒന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കട്ടെ എന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആഗ്രഹിക്കാതെ ഇരുന്നിട്ടില്ല. ലോക സമസ്ത സുഖം, യെസ്, ലോകം മുഴുവനും സന്തോഷവും സമാധാനവും അല്ലെ. ആ ഒരു രീതിയിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു നമ്മുടെ നാട്ടിലല്ലേ അവിടെയല്ലേ, ആ ഒരു തോട്ടല്ല നമുക്കുള്ളത്. നമ്മൾ ചിന്തിക്കും ഈശ്വര അവിടുത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ പറയും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഒതുങ്ങി എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയെങ്കിൽ. നമ്മൾ ചിലപ്പോ അവിടെയുള്ളവരെ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഇവിടെ നിന്ന് എത്രയോ കടലുകൾ കിടന്നിട്ടായിരിക്കും ആ സ്ഥലം ചിലപ്പോ. പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ ഒരാളുടെ വിഷമം നമ്മളത് ഏത് മീഡിയയിൽ കൂടെ കാണുമ്പോൾ, നേരിട്ട് മാത്രം കണ്ടാലേ നമുക്ക് മനസ്സിലാവുന്നില്ല, ഏത് മീഡിയയിൽ കൂടെ കാണുമ്പോഴും നമ്മൾക്ക് ആ ഒരു ഫീല് വരും. അത് നമ്മളുടെ എമ്പതി ഉള്ളത് കൊണ്ടാണ്, നമുക്ക് അവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കും ഇത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി അവരൊന്ന് നോർമൽ ആയാൽ മതി. അല്ലാതെ അങ്ങനെ തന്നെ വേണം നമുക്ക് ചിന്തിക്കാൻ. അങ്ങനെ ഒരു മനസ്സ് ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല, അത് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് നമ്മൾ വായിച്ച എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. മേജർ ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്. ശരിക്കും മെന്റൽ ഡിസോർഡറിന്റെ പ്രിവെൻഷൻ ആണ്. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്ക് വേണ്ടത്. അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ നമ്മൾ പെടുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പല മാനസിക സമ്മർദ്ദം നമ്മൾ പറയാറില്ലേ, ആ ഒരു സൈക്കിക് ഡിസോർഡർ, വല്ലാത്ത മെന്റൽ ഡിസോർഡർ ഒക്കെ നമുക്കാവുന്നു. നമുക്ക് സ്ട്രെസ് വരുന്നു, സ്ട്രെയിൻ വരുന്നു, ആൻസൈറ്റി വരുന്നു, ടെൻഷൻ, അകപ്പാട് നമുക്ക് ഒട്ടും നമ്മളുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് നമ്മളുടെ റിലേഷൻഷിപ്പ് നമ്മൾ നല്ലപോലെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ത്രൂ ലൈഫ് എക്സ്പീരിയൻസസ്. നമ്മളുടെ വീട്ടിൽ 4 മെമ്പേഴ്സ് ഉണ്ട്, 5 മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 6 മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കൂട്ടുകുടുംബമാണെന്ന് വിചാരിക്കും. പല പല കോൺഫ്ലിക്ട്സും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. കാരണം നമുക്ക് മുന്നോട്ട് ജീവിക്കുക. നമ്മുടെ ആ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലികളിലെ എല്ലാവരുടെയുമാണ്, നമ്മുടെ ചുറ്റുപാടിന്റെയാണ്. അപ്പൊ മെന്റൽ ഡിസോർഡറിന്റെ പ്രിവെൻഷൻ തന്നെയാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, മെന്റൽ ഹൈജീന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. കാരണം അത് ഓരോ ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ത്രൂ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇൻഡിവിജ്വലിന്റെ മെന്റൽ ഹെൽത്തിന്റെ കെയറും അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ മെന്റൽ ഹെൽത്തിന്റെ കെയറും, മെയിൻറ്റെയിനിങ് മെന്റൽ ഹെൽത്ത്. പിന്നെ ഇനി അഥവാ നമുക്കൊരു മെന്റൽ ഡിസോർഡർ വന്നു, അല്ലെങ്കിൽ ഒരു മെന്റൽ ഇൽനെസ്, മെന്റൽ എയിൽമെന്റ്, ഒരു ഡിസീസ് വന്നു, അത് കറക്റ്റ് ആയിട്ട് അതിന് ഇന്റർവെൻഷൻ നടത്തുക. അതിന്റെ മെഡിക്കേഷൻസ് എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ മെന്റൽ ഹെൽത്ത്
മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡെയിലി ആക്ടിവിറ്റീസ്. ചിലർ പറയില്ലേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒന്ന് നടക്കാൻ പോയി, പുറത്തിറങ്ങി നടന്ന് ശുദ്ധവായു ഒക്കെ ശ്വസിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തോ മനസ്സിനൊരു സുഖം. യെസ്, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നമ്മളുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് ചെയ്യണം. നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ. Ma'am. Need for mental hygiene in schools. The major incidents of extensive social problems like indiscipline, delinquent behavior, truancy, suicide, underachievement, running away from school, etc. Among school children calls for practicing mental hygiene in schools. Often the school is itself a source of maladjustment, lack of friendliness on the part of the teacher, over emphasis on school marks, teachers partially, fears of failure, excess homework, heavy curriculum, etc. cause mental tension and fear in children. The mental hygiene practice helps the teachers to change their angle of vision so that the school surroundings become good for the health development of the students. ഓക്കെ, മെന്റൽ ഹൈജീൻ സ്കൂളിലെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരുമ്പോ വലുതാവുമ്പോ മതി എന്റെ മനസ്സിന് ആരോഗ്യം എന്നുള്ളതല്ല. നമ്മളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിലെ ഡെവലപ്മെന്റ് അല്ലെ എല്ലാ സ്റ്റേജസിലും അത് ആവശ്യമാണ്. അത് ചൈൽഡ്ഹുഡിലാണെങ്കിലും അല്ലെ. അപ്പൊ സ്കൂളില് ഇതിന്റെ ഇമ്പോർട്ടൻസ്, നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. പലപ്പോഴും സ്കൂളില് പല രീതിയിൽ നമ്മളെപ്പോഴും നമ്മളുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കും സ്കൂൾ എങ്ങനെയാണ്, ടീച്ചേഴ്സ് എങ്ങനെയാണ്. ഇടയ്ക്ക് ഇനി അഥവാ ജോയിൻ ചെയ്താലും നമ്മൾ ഇടയ്ക്ക് പോയി അന്വേഷിക്കും. ടീച്ചേഴ്സും പാരന്റ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലേ. അതേസമയം സ്കൂളില് പല പല പ്രോബ്ലംസ് ഉണ്ടാകുന്നു. കുട്ടികൾക്ക് എപ്പോഴും ഒരു ഗിൽട്ടി ഫീലിംഗ്, ഡെലിൻക്വന്റ് ബിഹേവിയർ, ഗിൽട്ടി ബിഹേവിയർ. പിന്നെ ട്രുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിയുന്നത്. സൂയിസൈഡ്, ഫെയിലിയർ ടു ട്രുവൻസി, ആ ഫെയിലിയർ കാരണം സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് പോകുന്ന കുട്ടികൾ. അണ്ടർ അച്ചീവ്മെന്റ്, അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും സ്കോർ ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഓടിപ്പോകൂലേ, റണ്ണിങ് അവേ ഫ്രം സ്കൂൾ. അപ്പൊ മെയിൻ ആയിട്ടും ചിലപ്പോ ഭയങ്കര ഓവർ പഠിക്കാനായിട്ട് അത്രയും ഉണ്ടാകും, അത്രയും ലോഡ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. സ്കൂളിൽ നിന്നും ടീച്ചറുടെ പ്രഷർ ഉണ്ടാവും, വീട്ടിൽ നിന്ന് പാരന്റ്സിന്റെ പ്രഷർ ഉണ്ടാവും. എല്ലാം കൂടെ വരുമ്പോഴേക്കും അവർക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഫെയിൽ ആകുമെന്നുള്ള പേടി, അഥവാ ഫെയിൽ ആയാൽ ഒരു ഗിൽട്ടി ഫീലിംഗ്, അങ്ങനെ പല പല പ്രശ്നങ്ങള്, സോഷ്യൽ പ്രോബ്ലംസ് കുട്ടികൾ ഫേസ് ചെയ്യാനുള്ള കാര്യം വരും. അങ്ങനെ ആവുമ്പോൾ കുട്ടികളുടെ മെന്റൽ ഹൈജീൻ അത് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ലൈക്ക് അത് സ്കൂളുകളിൽ അതിന് വേണ്ടുന്ന പ്രോഗ്രാംസ്, അതിന് വേണ്ടുന്ന സപ്പോർട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ സ്കൂള് പലപ്പോഴും ഈ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി, നല്ല അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ് അല്ലെ. പലപ്പോഴും കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കെയർ, ഇപ്പോ കുട്ടികളുടെ നമ്പർ കൂടുതലാണെങ്കിൽ ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വലി ശ്രദ്ധിക്കാൻ ഒരു പക്ഷെ ടീച്ചർക്ക് കയ്യിൽ നിന്ന് വരില്ല. പിന്നെ അതുപോലെ തന്നെ ടീച്ചറുടെ സൈഡിൽ നിന്ന് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇടപെടൽ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടോ അങ്ങനെ ചില കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ടീച്ചർ ഭയങ്കരമായിട്ട് പണിഷ്മെന്റ് കൊടുക്കുവോ അല്ലെങ്കിൽ ചിലരെ അവോയ്ഡ് ചെയ്യുവോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളെ എല്ലാരെയും ഒരുപോലെ കാണാനായിട്ട് ചിലപ്പോൾ ചില ടീച്ചർമാർക്ക് പറ്റാതെ വരുന്നു. അങ്ങനെ ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതി ടീച്ചറുടെ പാർഷ്യാലിറ്റി കാണിക്കുന്നു. ചില ടീച്ചർമാർ അങ്ങനെ കാണിക്കാറുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പഠിക്കുന്ന കുട്ടികളോട് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ടീച്ചർക്ക് പഠിക്കുന്ന കുട്ടികളെ കാണാൻ ഭംഗിയുള്ള കുട്ടികളെയായിരുന്നു ഇഷ്ടം. അത് എല്ലാ ബാച്ചിലുള്ളവർക്ക് അറിയായിരുന്നു ആ ടീച്ചറുടെ ആ ഒരു പാർഷ്യാലിറ്റിയെ കുറിച്ച്. കാണാൻ നല്ല ടീച്ചർ ഉദ്ദേശിക്കുന്ന ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളുത്ത് ഇരിക്കുന്ന കുട്ടികൾ, അങ്ങനെ ഒരു പ്രശ്നം ആ ഒരു ടീച്ചർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കും. അത് നല്ല നമുക്ക് വിസിബിൾ ആണ് ആ ടീച്ചറുടെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ. ചിലർക്ക് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിലും പുറമേ കാണിക്കാതെ പെരുമാറുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇത് വിസിബിൾ ആണ്, അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റും. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ ആ കുട്ടികളെ മാത്രം ഫോക്കസ്. അതിപ്പോഴും ഉണ്ട് മാം, ആണോ? അതിപ്പോഴും ഉണ്ട്. പരിസരയിൽ വെച്ചിട്ട് ഒരുങ്ങി വരുന്ന പിള്ളേരുടെ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പോഴും ഉണ്ട്.
ഉം, ഉം. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു വളരെ നമ്മളും ടീച്ചർമാരാകാൻ പോവുകയാണ് അല്ലെ. നമ്മുടെ മുന്നിൽ വരുന്നതെല്ലാം നമ്മൾക്ക് ഒരുപോലെ ആയിരിക്കണം. നമ്മൾ അറിയാതെ ചിലപ്പോ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു നെഗ്ലിജൻസ് ഒരു നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ശരിക്കും അവർ വേദനിക്കും. നമ്മൾ അറിയാതെ ആണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ കിട്ടുന്നത് കൊച്ചുകുട്ടികളെയാണല്ലോ. അതുകൊണ്ടാണ് ഇനി മോണ്ടിസോറി മെത്തേഡിനെയും റിവാർഡ്സ് ഒന്നും ഇല്ല എന്നാ പറയുന്നത്. അറിയാൻ മോണ്ടിസോറിക്ക് ഒട്ടും താല്പര്യമില്ല റിവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. കാരണം അപ്പം ഞാനിങ്ങനെ ക്ലാസ്സിൽ അത് പറയുമ്പോൾ ക്ലാസ്സിൽ മറ്റു കുട്ടികൾ ചോദിക്കും, ഒരു കുട്ടി നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം, പക്ഷേ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുകയല്ലേ നല്ലത്. ഒരാളെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളുടെ 2 മക്കൾ അല്ലെങ്കിൽ നമ്മുടെ 3 മക്കള് അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കളിക്കാനൊക്കെ ആയിട്ട് പിള്ളേര് വരുന്നു, നമ്മൾ 1-2 കുട്ടികളെ മാത്രം ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേദനിക്കില്ലേ? അത്രയും അവര് ഇമോഷണലി ഇപ്പം എന്തിന് കുട്ടികളുടെ കാര്യം പറയണു, വലിയ ഇപ്പൊ നമ്മളെല്ലാരും വലിയ ആൾക്കാരാണല്ലേ, ഇവിടെയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെയിൻ തന്നെയല്ലേ. നമുക്ക് അപ്രീസിയേഷൻ എല്ലാരും ആഗ്രഹിക്കുന്ന തന്നെയാണ്, പക്ഷെ അത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പെയിൻ ആകാത്ത രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. എക്സസ് ഹോംവർക്ക് വരുന്നത്, ഹെവി ആയിട്ടുള്ള സിലബസ് കരിക്കുലം, ഇതെല്ലാം കുട്ടികൾക്ക് മെന്റൽ ടെൻഷൻ ഫിയർ എല്ലാം ഉണ്ടാക്കും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. കാരണം ഞാനൊരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ഇടുക്കിയിലായിരുന്നു, പൈനാവില്. കാടിന്റെ ഒക്കെ ആണ്, ചുറ്റും കാടൊക്കെയാ, രാത്രിയൊക്കെ ആകുമ്പോൾ ആനയൊക്കെ വരുന്ന സ്ഥലം. അപ്പൊ അവിടെ നമ്മളുടെ പോളിടെക്നിക്കിൽ നിന്നതിന്റെ താഴെയൊക്കെ കാട് കേട്ടോ. അതൊരു പാറയുടെ മുകളിലാണ് ഈ ബിൽഡിങ്ങിൽ, അതിന്റെ താഴേക്ക് ഇങ്ങനെ കാട് പോലെയാ. അങ്ങനെ ഒരു കുട്ടി കണ്ടിന്യൂസ് ആബ്സെന്റ്. നമ്മള് വീട്ടിൽ അന്വേഷിച്ചപ്പോ ദിവസവും വരുന്നുണ്ടെന്ന് പാരന്റ്സ്. അങ്ങനെയാണ് കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് ദിവസവും വരും, വന്നിട്ട് ഈ കാടിന്റെ ഉള്ളിൽ പോയിരിക്കും. അവനെന്തോ ഒരു ഫിയർ, അവനെ കൊണ്ട് പറ്റുന്നില്ല, പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പേടി. പിന്നെ നമ്മൾ അതിനെ വിളിച്ച് സംസാരിച്ച്, അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള കുട്ടി തന്നെയാണ് ടെക്നിക്കലി. അവന്റെ അച്ഛൻ ഭയങ്കര കരച്ചിൽ, അച്ഛൻ ആംബുലൻസ് ഡ്രൈവറാണ്, ഭയങ്കര വിഷമവും ഒക്കെ ആയിട്ട് വന്ന് നിന്ന് കരയണു, ഇവനും കരയണു, ആകെ കൂടെ. കാരണം അവന് നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള പേടി കാരണം ഓടിപ്പോയി എല്ലാ ദിവസവും വന്നിട്ട് ഇത് ഈ കാടിനകത്ത് വരിക്കും, അങ്ങനെയൊക്കെ കുട്ടി ചെയ്യുമായിരുന്നു. അത് ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ. പിന്നെ റണ്ണിങ് അവേ ഫ്രം സ്കൂളിൽ നിന്ന് ഓടിപ്പോവുക. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി ഇതുപോലെ ഓടിപ്പോയി 9th എത്തിയ സമയത്ത്. അയാൾ പഠിക്കാൻ മിടുക്കനൊന്നും ആയിരുന്നില്ല, ആവറേജും അല്ലായിരുന്നു, ബിലോ ആവറേജ് തന്നെയായിരുന്നു. അപ്പോ വീട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ട്യൂഷനും ഉണ്ടാക്കുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഭയങ്കര അടിയൊക്കെ കിട്ടുന്ന ഒരു ട്യൂഷൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ഞങ്ങൾ കേൾക്കുന്ന ആളെ കാണാനില്ല. അപ്പൊ ട്രെയിനിൽ എങ്ങാണ്ട് ചെന്നൈയിലേക്ക് പോയിരുന്നു, അങ്ങനെ എന്തോ ആണ് അന്ന് കേട്ടത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് 9th തുടങ്ങിയപ്പോ ആള് പോയി, പക്ഷെ 10th പകുതിയായപ്പോ ആളെ എല്ലാരും കൂടെ പോയി പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും സ്കൂളിലൊക്കെ വന്നു. അപ്പൊ ഞങ്ങള് ആളെ നല്ലപോലെ കെയർ ചെയ്തു. നമുക്ക് അന്ന് എന്തിനാന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നമ്മുടെ കൂടെ പഠിച്ച ഒരാളിങ്ങനെ ഓടിപ്പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. പിന്നെ 10th കഴിഞ്ഞപ്പോ എല്ലാരും പല വഴിക്ക് പോയില്ലേ. പിന്നെ ഞാൻ എന്നും ഇങ്ങനെ ഓർത്തപ്പോ ആളെ പറ്റി ഇങ്ങനെ ചോദിച്ചു, അവരുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത്. പക്ഷെ അത് പിന്നെയും ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം കേട്ടോ. ഈ കക്ഷി 10th കഴിഞ്ഞപ്പോ വീണ്ടും ഓടിപ്പോയിരുന്നു. വീണ്ടും പോയി പലയിടത്തായിട്ട് അലഞ്ഞു തിരിഞ്ഞടത്ത് മുംബൈയിലൊക്കെ എത്തി. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പല പല ആക്ടിവിറ്റീസ്, ഡ്രൈവർ എന്തോ ആയിട്ടൊക്കെ വർക്ക് ചെയ്തു, മുംബൈയിലെ റെഡ് സ്ട്രീറ്റിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ പല രീതിയിലൊക്കെ പോയി. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ വന്നപ്പോഴേക്കും ആള് HIV പോസിറ്റീവായി. HIV പോസിറ്റീവായപ്പോ പാരന്റ്സിനൊക്കെ ഭയങ്കര നാണക്കേട്. അങ്ങനെ അവരുടെ നാട്ടിലുള്ള വീട് അത് വിറ്റ് അവരവിടെ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു. അങ്ങനെയാണ് HIV പോസിറ്റീവായി കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ട് പല പല അസുഖങ്ങൾ വരുമല്ലോ, പുള്ളി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തോ ആ ഒരു ചെറുപ്പത്തിൽ സംഭവിച്ച എന്തൊക്കെയോ ടെൻഷൻസ് കാരണമാണ് അങ്ങനെ ഓടിപ്പോവാനുള്ള ചാൻസ് ഉണ്ടായതല്ലേ. എവിടെന്നോ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയില്ല, വീട്ടിൽ നിന്നായിരിക്കാം. സ്കൂളിൽ നിന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും പ്രഷർ ആയിരിക്കാം. അങ്ങനെയൊക്കെ കേട്ടിരുന്നു അന്നത്തെ ഒരു സമയത്ത്. മെന്റൽ ഹൈജീൻ ശരിക്കും അതിന്റെ ഒരു പ്രാക്ടീസ് ടീച്ചേഴ്സിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവർ കുട്ടികളെ കാണുന്ന അവരുടെ ആ ഒരു വിഷന് വ്യത്യാസം ഉണ്ടായിരിക്കും.
സ്കൂൾ സറൗണ്ടിങ്സും ആ രീതിയിൽ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റുക. കുട്ടികളുടെ നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റ്, കുട്ടികളുടെ ഹെൽത്ത് ഡെവലപ്മെന്റ്, മെന്റൽ ഹെൽത്തിന്റെ ഡെവലപ്മെന്റും അങ്ങനെ എല്ലാ രീതിയിലുള്ള ഹെൽത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ സ്കൂൾ അറ്റ്മോസ്ഫിയറും ടീച്ചേഴ്സിന്റെ ആ ഒരു വിഷൻ, കാഴ്ചപ്പാട് ഓരോ കുട്ടിയെ നോക്കിക്കാണുന്നതും. അതുകൊണ്ടാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ടീച്ചർ ആകാൻ പോകുന്നവരെല്ലാവരും സൈക്കോളജി നല്ലപോലെ അറിഞ്ഞ് മനസ്സിലാക്കിയെന്ന് വേണം പോകാൻ. കാരണം മുന്നിൽ വരുന്ന കുട്ടികളുടെ ബിഹേവിയർ അറിഞ്ഞാലാണ് അവൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അവൻ എവിടെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? ഒരു തോട്ടാണ് പറയാൻ പോകുന്നത്. മഹാത്മാഗാന്ധിജിയുടെ തോട്ടാണ്. The object of basic education is the physical, intellectual and moral development of children through the medium of a handicraft. Mahatma Gandhi. Okay, thank you, Miss. മാം, ഞാൻ ആ റെക്കോർഡ് ഒരെണ്ണത്തിനകത്ത് എഴുതിയെന്ന് പറഞ്ഞില്ലേ, അന്നേരം നടുക്ക് വെച്ച് ആ തുടങ്ങിയെടുത്ത് വെച്ച് മറ്റേ ബൈൻഡ് എന്തെങ്കിലും വെച്ചൊരു എന്തെങ്കിലും ചെയ്താൽ മതിയോ? മതി. ആ ഭാഗത്ത് പേജ് ഒക്കെ ഡിസൈൻ ചെയ്ത് നല്ലൊരു ബുക്ക് മാർക്ക് അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്താ പൊതിയിട്ടിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ 2 റെക്കോർഡ് എന്ന് എഴുതിയാൽ മതിയല്ലോ. മൈ കളക്ഷൻ എന്നും പസിൽസ് എന്നും എഴുതിയാ ഇങ്ങനെ എഴുതാം ജോഫി. മൈ കളക്ഷൻ ബുക്ക് എന്ന് ഒറ്റ ലൈനിൽ എഴുതിയിട്ട് ഇത്തിരി വലുതായിട്ട് എഴുതിയിട്ട് താഴെ ആൻഡ് എന്ന് കൊടുക്കുക. അടുത്ത ലൈനിൽ നടുക്കായിട്ട് ആൻഡ് കൊടുത്തിട്ട് രണ്ടാമത്തെ റെക്കോർഡിൽ എഴുതാം. ആ എഴുതുന്നതിന് ഒരു ഭംഗി വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഓക്കെ. അതുപോലെ 4th ആക്ടിവിറ്റിയിൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണോ, അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും വെച്ച് നമ്മുടെ കൺക്ലൂഷൻ മാത്രം എഴുതിയാൽ മതിയോ? നമ്മുടെ കൺക്ലൂഷൻ എഴുതിയാൽ മതി. അതിന് നമുക്ക് നല്ല ബെറ്റർ ആയി തോന്നുന്ന നല്ല രീതിയിൽ നമ്മളൊന്ന് എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന പോലെ എഴുതി വെക്കും. എല്ലാവരുടെ അഭിപ്രായങ്ങളും നോക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ ആ പാരഗ്രാഫ് എഴുതി വെക്കുക. അതെ അതെ. ഓക്കെ, ശരി, താങ്ക് യു. അഭിപ്രായം എഴുതണ്ടല്ലോ, നമ്മളെ അഭിപ്രായം മാത്രം എഴുതി പോരെ, അവരുടെ എഴുതണ്ടല്ലോ. അത് നോക്കിയിട്ട് നമ്മളത് കുറച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. അതെ 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 അതെ. മാം, അതുപോലെ നമുക്ക് ഈ അസൈൻമെന്റ് മാം ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ഇതിൽ വരുമായിരിക്കുമല്ലോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട്? വരും വരും. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഞാൻ അസൈൻമെന്റ് നോട്ട് പ്ലെയിൻ ആയിട്ടാണ് 2 വാങ്ങിച്ചിരിക്കുന്നത്. അതില് 2 സൈഡ് എഴുതാൻ പറ്റുമോ മാം? അസൈൻമെന്റ് ബുക്ക് ആണോ എന്താ ഉദ്ദേശിച്ച? റെക്കോർഡാണോ? റെക്കോർഡ് 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. 2 സൈഡും എഴുതാൻ പറ്റുമോ മാം? കുഴപ്പമില്ല, 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 റെക്കോർഡിലും 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളതാണ് നല്ലത്. കാരണം കുറെ പിക്ചേഴ്സ് ആണല്ലോ. അതെ മാം. 2 സൈഡിലും ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സൈഡ് എപ്പോഴും ബ്ലാങ്ക് ആയിട്ട് കിടക്കുമല്ലോ. നമ്മൾ സാധാരണ റെക്കോർഡ് ബുക്കിൽ റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് അതിന്റെ പിക്ചേഴ്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ 1st 4th റെക്കോർഡ് പറഞ്ഞതിൽ നമുക്ക് എഴുതാൻ കാര്യമായിട്ടില്ല, ഫുൾ പിക്ചേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോത്ത് സൈഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം.